Welcome back to Civil Tech. Upcoming Kerala PSC Civil Engineering Exam 2026-ൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിൽ തന്നെയുള്ള ഡിസംബർ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അതിൽ നമുക്ക് ഡിസംബർ അപ്ഡേറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന AE അതും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. മുന്നേ വരെ പ്രീവിയസ് എക്സാംസ് നോക്കുകയാണെങ്കിൽ AE PWD ഇറിഗേഷൻ ഒരുമിച്ചായിരുന്നു എക്സാംസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് PWDയും ഇറിഗേഷനും സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തുന്നത്. ഇപ്പോൾ അറിയാം PWDയുടെ എക്സാം ഫെബ്രുവരിയിലാണ് വരുന്നത്. സോ അതിനുശേഷം നമുക്ക് AEയുടെ എക്സാമും എത്രയും വേഗം കാണും, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ AEയുടെ എക്സാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ KWA. ഇപ്പോൾ KWAയുടെ 3rd ഗ്രേഡിൻ്റെ എക്സാംസ് കഴിഞ്ഞതേ ഉള്ളൂ. സോ ഇനി നമുക്കതിൽ 2nd ഗ്രേഡാണ് വന്നേക്കുന്നത്. അതുപോലെ LSGD 1st ഗ്രേഡ് കഴിഞ്ഞു, 2nd ഗ്രേഡ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 3rd ഗ്രേഡാണ്. സോ ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ട് ഡിസംബർ അപ്ഡേറ്റ്സിൽ വരുന്നത്. ഇനി ഏതൊക്കെ എക്സാംസ് മെയിനായിട്ട് നമുക്കിനി വരാനുണ്ട് ടോട്ടലാണ് പറയുന്നത്. സോ ഫസ്റ്റ് AE കാറ്റഗറി നോക്കാം. AE അറിയാലോ, BTech സ്റ്റുഡൻസിനും MTech സ്റ്റുഡൻസിനും മെയിൻ BTech ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. സോ അവർക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് നോക്കാം. AE ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ഇറിഗേഷൻ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലും AE വിളിക്കാനുണ്ട്. സോ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, KTDC, KLD ബോർഡ്, KSEB. ഇതിൽ KSEB ചെറിയൊരു ഇഷ്യൂ നടക്കുന്നതിനാൽ തന്നെ വിളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇനി ഓവർസിയറിൽ നോക്കുകയാണെങ്കിൽ LSGD ഗ്രേഡ് 3, അത് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. അതുപോലെ ജൂനിയർ ഓവർസിയർ KLDBയുടെ ആണ്. യൂണിവേഴ്സിറ്റീസിൻ്റെ ഗ്രേഡ് 2 ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 KWA, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 വിളിക്കാൻ ചാൻസ് ഉണ്ട് KWAയുടെ. ഓക്കെ, ഇത് ഇത്രയും നമുക്കിനി വരാനുള്ള എക്സാംസ് ആണ്. അതുപോലെ ഇപ്പം ജനുവരിയിൽ അടുത്ത 3 എക്സാംസ് ഒരുമിച്ച് വരികയാണ്. ഒരു AE, ഒരു എഞ്ചിനീയറിംഗ് ഗ്രേഡ് 3, അതുപോലെ ട്രേഡ്സ്മാൻ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഒരുപാട് ചാൻസസ് വരുന്നുണ്ട്. ഈ 26-ൽ എല്ലാ പേരും ഇതിന് ട്രൈ ചെയ്യുന്ന ഏകദേശമുള്ള എല്ലാ പേർക്കും കയറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.